എല്ലാവർക്കും നമസ്കാരം. നരേന്ദ്രമോദി 75 വയസ്സിന് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറുമെന്നും പകരം യോഗി ആദിത്യനാഥിനെ ഒഴിവാക്കിക്കൊണ്ട് അഥവാ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുമെന്നൊക്കെയാണ് ആപ്പിൻ്റെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയൊക്കെയായ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. കെജ്രിവാൾ ഒരു അഴിമതി കേസിൽ കുറച്ച് നാൾ ജയിലിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഉപാധിയോടുകൂടി കിട്ടിയ ജാമ്യമാണ്, തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം. സുപ്രീം കോടതി തന്നെ പറയുന്നത് 5 വർഷത്തിലൊരിക്കലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്, അത് വളരെ നിർണായകമാണ്. അപ്പോൾ പാർട്ടിയുടെ തലവൻ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ജയിലിൽ കിടന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് സ്ഥലകാല ബോധമോ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കിളി പോയി എന്ന് നമ്മളെ ഇവിടെയുള്ള നാട്ടുഭാഷയിൽ പറയും. ആ അവസ്ഥയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പ്രസ്താവന അടിച്ചുവിടാൻ തോന്നിയത്. ഒരുപക്ഷെ ഒറ്റക്കൈയായിട്ട് പ്രയോഗിച്ചതുമാവാം, പക്ഷേ പാർട്ടി മാറിപ്പോയി, ആൾ മാറിപ്പോയി. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു കാര്യമൊക്കെ പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കളുടെ ഇടയിൽ ചില ഗ്രൂപ്പും മറ്റും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. രണ്ട് ചേരികളായിട്ട് തിരികുകയും ചില രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ നടക്കേണ്ടതാണ്. അതിനൊപ്പം തന്നെ അണികളിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇത് BJP ആണ് പാർട്ടി. അവിടെ നരേന്ദ്രമോദി, അമിത്ഷാ ഇങ്ങനെ തുടങ്ങുന്ന ക്രമത്തിലാണ് അവിടെ നേതാക്കളുടെ പോകുന്നത്. അതിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മുകളിൽ പഴക്കമുള്ള അത്രയേറെ ബോണ്ടിങ് ഉള്ള സൗഹൃദമാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് സൗഹൃദത്തിൻ്റെ അവസാന വാക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന് തന്നെയാണ്. കാരണം അത്രയും ഇഴയെടുപ്പുള്ള സൗഹൃദമാണ് അവർക്കുള്ളത്. നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് പോകണം എന്ന് അമിത്ഷാ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം അമിത്ഷാ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയൊരു ഫാൻ ബോയ് കൂടിയാണ് അമിത്ഷാ. നമ്മളൊക്കെ പല രീതിയിൽ പല അർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഫാനാണ്, അല്ലെങ്കിൽ ആരാധകരാണ്. പക്ഷേ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത്രയും കൂടെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. നരേന്ദ്രമോദിയുടെ അരികിൽ ചെല്ലുന്ന ആ സന്ദർഭങ്ങളെല്ലാം നോക്കുക, നമുക്ക് അവരിൽ ഒരു സൗഹൃദം മാത്രമല്ല, എപ്പോഴും അങ്ങായിരിക്കണം. നമ്മുടെ എന്താ പറയുക, ഇപ്പം പുതിയൊരു സിനിമ റിലീസായാലോ ആവേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭഗതിൻ്റെയും ഈ അമ്പാൻ എന്ന് പറഞ്ഞ കഥാപാത്രം പോലെ ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ. എപ്പോഴും നരേന്ദ്രമോദിയാണ് എൻ്റെ ലീഡർ, ആ ഒരു തരത്തിലൊരു മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറികടന്നുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാവണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയേ അല്ല അമിത്ഷാ. അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് തെറ്റിയത്. മറ്റൊന്ന്, നരേന്ദ്രമോദി ഇന്ന് ആർജിച്ചെടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അത് ഒരു വ്യക്തിക്ക് അത്ര എളുപ്പം എത്തപ്പെടാവുന്ന ഒരു തലമല്ലത്, അതിന് ഒരുപാട് പ്രക്രിയയുണ്ട്. അദ്ദേഹം ഇന്ന് ദേശീയ നേതാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ നേതാവ് എപ്പോഴോ ആയി. അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ലോക നേതാവാണ്. ഒരാൾക്ക് പെട്ടെന്നൊരിക്കലും അവിടേക്ക് എത്തപ്പെടാൻ പറ്റില്ല. ഉദാഹരണത്തിന് അമേരിക്കയിൽ ആര് പ്രസിഡൻ്റ് ആയാലും, അത് ബൈഡൻ ആവട്ടെ, ട്രംപ് ആവട്ടെ, ക്ലിൻ്റൺ ആവട്ടെ, ഒബാമയാവട്ടെ, ആര് പ്രസിഡൻ്റ് ആയാലും ആ പ്രസിഡൻ്റ് ആവുന്ന നിമിഷം മുതൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക നേതാവുകയാണ്. കാരണം ആ ഒരു ലോകക്രമത്തിൽ കുറേ കാലമായിട്ട് അമേരിക്കയുടെ സ്ഥാനം അതാണ്. അതുകൊണ്ട് ഏത് കുറ്റിച്ചൂല ആ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, അവിടുത്തെ പ്രസിഡന്റ് ആയാലും അയാൾ സ്വാഭാവികമായിട്ടും ലോക നേതാവാകും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ആരെങ്കിലും പ്രധാനമന്ത്രി ആയാൽ അയാൾ ലോക നേതാവാകുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു നോക്കുക, എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു, എത്ര ഇവരുടെ എല്ലാം പേരൊന്ന് പറയാൻ ചോദിക്കുക, എത്ര പേര് കൃത്യമായിട്ട് എല്ലാ പ്രധാനമന്ത്രിമാരുടെ പേര് പറയും. എത്രയോ പ്രധാനമന്ത്രിമാർ ഹ്രസ്വകാലം കൊണ്ട് മാത്രമേ ഇവിടെ പ്രധാനമന്ത്രി പദത്തിലിരുന്നിട്ട് മാറിപ്പോയവരുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് പോലും അറിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ IK ഗുജറാളുണ്ട്, ദേവഗൗഡയുണ്ട്, BP സിംഗ് ഉണ്ട്, പിന്നെയും ഇടയ്ക്ക് എത്രയോ പേര് കുറച്ച് കാലം മാത്രമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന് പോകുന്നു. ഇവരൊന്നും ദേശീയ നേതാവ് പോലുമല്ല, പിന്നെ എങ്ങനെയാണ് ലോക നേതാവാകുന്നത്? ഇവിടെ ലോക നേതാവായിട്ട് ഇന്ത്യക്കാരെ തന്നെ കണക്കാക്കുന്നത് ഒന്ന് നെഹ്റുവിന്, പിന്നെ ഇക്കാലത്ത് നരേന്ദ്രമോദിനെ മാത്രമാണ്. ഇതൊന്നും 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അത് പടിപടിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 2 ചേരി തിരിഞ്ഞ് വിമർശിക്കുന്ന പോലെയല്ല ലോകം ഇത്തരക്കാരെ കാണുന്നത്. അവരവരുടെ സമയമെടുത്ത് കൃത്യമായിട്ടുള്ള പഠനങ്ങളിലൂടെ, നിരീക്ഷണത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ആ സ്ഥാനം കൊടുക്കൂ. അപ്പോൾ 2014 പ്രധാനമന്ത്രിയാവുന്നു നരേന്ദ്രമോദി. അതിനുശേഷം ആ 2014 മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദേശീയ നേതാവാകുന്നു. പിന്നെ വളരെ വേഗം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നു, ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതിനുശേഷം പിന്നെയും എത്രയോ വർഷങ്ങൾ വേണ്ടി വന്നു അദ്ദേഹത്തിന് ലോകം അംഗീകരിക്കാൻ. അദ്ദേഹത്തിന് വിസ വരെ നിഷേധിച്ച രാജ്യമായിരുന്നു അമേരിക്ക.
പിന്നീട് അദ്ദേഹം അമേരിക്കയായിട്ടുണ്ടാക്കിയ ആ ബന്ധം നമുക്കറിയാം. അമേരിക്കയായിട്ട് മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വീകരിക്കപ്പെടുന്നത്, അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവ്, രാജ്യങ്ങൾ കൊടുക്കുന്ന ബഹുമതികൾ, ഇതെല്ലാം നമ്മൾ കണ്ടു. അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ നമുക്ക് അറബ് രാജ്യങ്ങൾ പെട്രോൾ തരില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു കാലം വരെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് നരേന്ദ്രമോദി ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണ് എന്ന് സൗദിയിലെ രാജാവ് പറയുന്ന ആ തലത്തിലേക്ക് അദ്ദേഹം എത്തി. അപ്പോൾ വെറുതെ ഒരാൾക്ക് ആ തലത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇമേജുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സ് കഴിയുമ്പം അദ്ദേഹത്തിന് മാറണം എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചാൽ പോലും മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാറ്റില്ല എന്നതാണ്. കാരണം രണ്ടാമതായിട്ട് സംഖ്യകൾ തന്നെ പലപ്പോഴും പറയുന്ന അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദ്യത്തത് ഇത് തന്നെ ഓർക്കുക. അമിത്ഷായ്ക്കും യോഗിക്കും ഇല്ലാത്ത ഒരു എന്താ പറയുക, ഒരു അധികമായിട്ടുള്ള ഒരു മേന്മ അല്ലെങ്കിൽ യോഗ്യത മോദിക്കുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ വരുമ്പോൾ മലയാളിയും, തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴിനും, ആന്ധ്രാപ്രദേശിൽ പോകുമ്പോൾ തെലുങ്കനും, ഉത്തർപ്രദേശിൽ പോകുമ്പം ഹിന്ദിക്കാരനും, ഗുജറാത്തിൽ പോകുമ്പോൾ ഗുജറാത്തിയും, അമേരിക്കയിൽ പോകുമ്പോൾ അമേരിക്കാരനും, ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ ഇംഗ്ലണ്ടുകാരനും, ഇനിയിപ്പം വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അവിടുത്തുകാരനും ആവാനുള്ള ഒരു അസാധ്യമായിട്ടുള്ള സിദ്ധി നരേന്ദ്രമോദിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, ഇപ്പം സംസാരിക്കുന്ന ഭാഷ എന്തും ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അത് എത്രയൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഏത് വേഷവും ചേരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ഏത് വേഷത്തിലേക്കും അദ്ദേഹത്തിന് മാറാനും പറ്റും. നമുക്കറിയാം, അദ്ദേഹം ഒരു ദിവസം ഇടുന്ന ഡ്രസ്സായിരിക്കുകയല്ല പിറ്റേ ദിവസം ഇടുന്നത്. അത് ഓരോ സ്ഥലത്തെയും ഓരോ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകത കണക്കാക്കി പോലും അദ്ദേഹം ചെയ്യും. അത്രമാത്രം ശ്രദ്ധാലുവാണ്. അത് അമേരിക്കൻ നേതാക്കളുടെ കൂടെ നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ അവരേക്കാൾ മികച്ച് നിൽക്കുന്നത്, ലോക നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവരെയൊക്കെ നയിക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് എത്താൻ പറ്റും? ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ കൂടി സമ്മതിക്കണം ആ ആൾ ലീഡറാണ് എന്ന്. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്തപ്പെട്ടിരിക്കുന്ന ഒരാളെ അത്ര പെട്ടെന്നൊന്നും മാറ്റില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ 75 വയസ്സെന്നതോ 80 വയസ്സെന്നതോ വലിയ പ്രായമൊന്നുമല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 83 വയസ്സ് വരെ നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കും. അതായത് 20 വർഷം പ്രധാനമന്ത്രി കാലത്ത് ഇരിക്കും, പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കും. 20 വർഷം എന്നത് പറയാനുള്ള കാരണം, 17 വർഷം എന്ന നെഹ്റുവിൻ്റെ തുടർഭരണത്തിൻ്റെ റെക്കോർഡ് അതൊരു BJP-കാരൻ്റെ പേരിലെത്തും. അത് നരേന്ദ്രമോദി ആയിരിക്കും. 83ാമത്തെ വയസ്സിൽ മാത്രം, അതായത് അദ്ദേഹം 20 വർഷം പൂർത്തിയാക്കുന്ന ഒരു കാലമാണ് 83 വയസ്സ് കഴിയും. ആ സമയത്ത് മാത്രമേ അദ്ദേഹം മാറുകയോ അധികാര കൈമാറ്റം നടക്കുകയുള്ളൂ. ഇനി 83 വയസ്സെന്നത് വലിയ പ്രായമൊന്നുമല്ല. 83 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. ഇനിയിപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കളെ നോക്കൂ. മോദിയേക്കാൾ മൂത്തതാണ് ഇവിടുത്തെ പിണറായി വിജയൻ. ഇപ്പോൾ ഈ പിണറായി വിജയനേക്കാൾ മൂത്തതാണ് KPCC പ്രസിഡൻ്റായിരിക്കുന്ന K സുധാകരൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള രാഷ്ട്രീയം. ഇനി മല്ലികാർജുൻ ഖാർഗെ നോക്കൂ, 83 കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒന്നും മോദിയുടെ പ്രായം വെച്ചിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അടിസ്ഥാന യോഗ്യത പോലുമില്ല. ഇനി മറ്റൊന്ന്, 75 വയസ്സെന്നത് BJP നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധിയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് വെറുതെയാണ്. ഈ 2014 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള വാർത്തകൾ വെച്ചിട്ടാണ് അവരത് പറയുന്നതെങ്കിൽ അത് വെറുതെയാണ്. കാരണം അങ്ങനെ ഒരു പ്രായപരിധി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് O രാജഗോപാലിന് മത്സരിക്കാനാവുക? അദ്ദേഹത്തിന് 84 വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും കിട്ടാത്ത ഒരു പരിഗണന രാജഗോപാലിന് എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ 75 വയസ്സെന്നത് ഒരു മാനദണ്ഡമൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം ആ സമയത്ത് നടന്നു, അത് യാഥാർത്ഥ്യമാണ്. ഒരു തലമുറ മാറ്റം നടന്നു. തീർച്ചയായിട്ടും ഒരു തലമുറ മാറ്റം നടന്നു. പക്ഷേ അപ്പോഴും ഈ പ്രായമായ തലമുറയും പിന്നീട് വന്ന തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായിട്ട് കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അന്തരിച്ച അരുൺ ജെയ്റ്റ്ലി, അതേപോലെ തന്നെ സുഷമ സ്വരാജ്, മനോജ് പരീക്കർ, അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ രാജ്നാഥ് സിംഗ്, ഗഡ്കരി, പിന്നെയും ഉണ്ട് നിരവധി ആളുകൾ അവിടെ തന്നെ ഈ രണ്ട് തലമുറയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആൾക്കാർ. അതിൻ്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദി, അമിത്ഷായും. പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നു, അല്ല മാറ്റി നിർത്തി എന്ന് തന്നെ കരുതിക്കോ. അല്ലാതെ അതിനവിടെ 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ രാജഗോപാൽ മത്സരിക്കില്ല. രാജഗോപാൽ മാത്രമല്ല, വേറെയും BJP-കാരായിട്ടുള്ള ആളുകൾ 75 വയസ്സിന് മേളിലുണ്ടായിരുന്നവർ ആ സമയത്ത് മത്സരിച്ചിരുന്നു. സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതല്ല സത്യം. പിന്നെ എന്തിന് കെജ്രിവാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ BJP ക്യാമ്പിലേക്ക് വല്ല കുത്തിത്തിരിപ്പിന് അവസാനമായിട്ട് വല്ല ചാൻസും ഉണ്ടെങ്കിൽ അന്ന് എറിഞ്ഞു നോക്കിയതാണ്. പക്ഷേ അവിടെ തെറ്റിയത് അമിത്ഷായും മോദിയും തമ്മിലുള്ള സൗഹൃദം, അതിൻ്റെ ആഴം
അതിൻ്റെ ഇഴയെടുപ്പം എന്തെന്ന് കൃത്യമായിട്ട് കെജ്രിവാളിന് അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയുടെ സെറ്റപ്പ് എന്താണെന്നും അവർക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന്? പ്രാദേശികമായിട്ട് ചില സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ദേശീയ തലത്തിൽ BJPക്ക് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അവിടെ മോദി ഗ്രൂപ്പെന്നോ അമിത്ഷാ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ നദ്ദ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ഗഡ്കരി ഗ്രൂപ്പെന്നോ രാജ്നാഥ് സിംഗ് ഗ്രൂപ്പെന്നോ സ്മൃതി ഇറാനി ഗ്രൂപ്പെന്നോ ഒന്നും നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ഒരു പത്രം പോലും, ചുമ്മാ മഞ്ഞപത്രത്തിൽ പോലും വന്നിട്ടില്ല ഇങ്ങനൊരു വാർത്ത. അപ്പോൾ അങ്ങനെ കെട്ടുറപ്പോടെ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അത്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മോദിക്ക് കിട്ടിയ ഇമേജാണ്. അതായത് ലോക ലീഡർ എന്ന, ലോക നേതാവ് എന്നൊരു ഇമേജാണ്. ആ ഇമേജിലേക്ക് തൽക്കാലം ഇന്ത്യയിൽ നിന്ന് മറ്റാരുമില്ല. അമിത്ഷായ്ക്കും ഇല്ല, അത് യോഗിക്കുമില്ല. അപ്പോൾ യോഗിയെ തമിഴ്നാട്ടിൽ വന്നാലും യോഗിയാണ്, കേരളത്തിൽ വന്നാലും യോഗിയാണ്. ഏത് രാജ്യത്ത് പോലെ പോയാലും യോഗിയെ നമുക്ക് ആ ഒരു വേഷത്തിലൂടെ മാത്രമേ സങ്കല്പിക്കാൻ പറ്റൂ. യോഗിയും ആ വേഷത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. ഒരുപക്ഷെ യോഗി ഇവിടുത്തെ പ്രധാനമന്ത്രി ആയേക്കും, പക്ഷേ അപ്പോഴേക്കും ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ യോഗി ആ സ്ഥാനത്തേക്ക് വരൂ. അല്ലാതെ ആ വേഷത്തിലുള്ള ഒരാളെ പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ട് ലോകത്തിന് മുന്നിൽ അതങ്ങനെ അത്ര എളുപ്പം സാധ്യമാവുന്ന കാര്യമല്ല. അതിനാൽ തന്നെ അമിത്ഷാ പ്രധാനമന്ത്രിയായാലും യോഗി പ്രധാനമന്ത്രിയാവാൻ പിന്നെയും കുറേ വർഷങ്ങളെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കും നടക്കാനും പോകുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നീട് ഒരു സാധ്യതയുള്ളത് പറയുന്നത് ഒന്നിലധികം നരേന്ദ്രമോദി അല്ലെങ്കിൽ 100 കണക്കിന് നരേന്ദ്രമോദിമാർ സംഘത്തിൻ്റെ ശേഖരത്തിലുണ്ട്. ചിലപ്പോൾ നാളെ ആരാണ് ആവാൻ പോകുന്നതെന്ന് അറിയില്ലെന്ന്. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ നരേന്ദ്രമോദിയെ ഉദാഹരിച്ചുകൊണ്ട് അത് പറയാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദി ദീർഘകാലമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് കഴിവ് തെളിയിച്ച് 4ാം തവണ ഗുജറാത്ത് ഭരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ശൂന്യതയിൽ നിന്ന് വന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയല്ല. അപ്പോൾ സമാനമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് നിലവിൽ അങ്ങനെ ആരുമില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും. യോഗിയെ പറ്റി പറഞ്ഞാൽ യോഗി 2ാമത് മാത്രം ഭരിക്കുന്നത്. പിന്നെ ഒരാൾ പറയാനുള്ളത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അദ്ദേഹം ഇനിയും കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരാൾ നമ്മൾ ഈ പറയുന്ന അണ്ണാമലയാണ്. അണ്ണാമല ഇതുവരെയും ഭരണപരമായിട്ടുള്ള യാതൊരു എന്താ പറയുക സ്ഥാനവും വഹിച്ചിട്ടില്ല. ഇനിയാണ് അത് അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിൽ സമയമുണ്ട്. അദ്ദേഹം ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷം എന്നത് ഒരുപക്ഷെ ഇവർക്കൊക്കെ ഉള്ള ഒരു പരീക്ഷണ കാലയളവായിരിക്കും. ആ 10 വർഷം വളരെ സുന്ദരമായിട്ടും സുഗമമായിട്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കാണും. ഒറ്റ കാര്യം കൂടെ പറയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസ് എന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു സംവിധാനം, അത് രാജ്യത്ത് ഏകദേശം ഇല്ലാതാവും. ഒരുപക്ഷെ കേരളത്തിലും കർണാടകയിലും അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള ചില ഘടകങ്ങൾ ഈ പേരിലോ മറ്റു പേരിലോ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സംവിധാനം തകരും, ഉറപ്പാണ്. പകരം ആപ്പ് പോലെ എന്നല്ല, വേറെ ഏതെങ്കിലും ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ പ്രതിപക്ഷ നിലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഉദയത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കുറച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കും നടക്കാൻ പോകുന്നത്. വരുന്ന ഒരു 10-20 വർഷക്കാലം എന്തായാലും BJP തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എഴുതി വെച്ചു, 83 വയസ്സ് വരെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് കാണും.